വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രഭാതത്തിൽ കർത്താവിൻ്റെ പൊന്നുപാദപീഠത്തിൽ കടന്നു വരുവാൻ സർവശക്തനായ സർവകൃപാലുവായ ദൈവം ആയുസ്സിൻ്റെ ഒരു ദിനം കൂടെ ഒരുക്കിയതിനെ ഓർത്ത് കർത്താവിന് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും അഭിഷക്തമാർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ ആമേൻ വന്ദനവും അറിയിക്കുന്നു. പ്രത്യേകാൽ യൂട്യൂബ് ചാനൽ വഴി ഈ മീറ്റിംഗ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും നമുക്കായിരിക്കാമല്ലോ. പ്രൈസ് ദി ലോർഡ്. ലോക സംഭവങ്ങൾ കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ മുൻപിൽ ഉണ്മയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ആമേൻ ഭയത്തോടെ ഭക്തിയോടെ ദൈവസന്നിധിയിൽ ആരാധിപ്പാനും പ്രാർത്ഥിപ്പാനും ഒക്കെ ദൈവം നമുക്ക് അവസരങ്ങളെ ഒന്നിലധികം അവസരങ്ങളെ ഒരുക്കുന്നല്ലോ. അത് ഓർത്ത് കർത്താവിന് സ്തുതിക്കുകയാണ്. ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ് ഈ ദൈവശബ്ദം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. വളരെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തലത്തിൽ ദൈവം നമ്മെ ഓരോ ദിവസവും നടത്തുന്നല്ലോ. അത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് പകൽക്കാലം അല്പനിമിഷം ചിന്തിപ്പാൻ സദൃശ്യ വാക്യങ്ങൾ 14-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് ശ്രദ്ധയെത്തിക്കും. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തൻ്റെ വീട് പണിയുന്നു. നമുക്കറിയാം, ഈ വാക്യം എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു വാക്യമാണ്. 14-ാമത്തെ അധ്യായം. ഈ 14-ാമത്തെ അധ്യായത്തിനകത്ത് ജ്ഞാനമുള്ള സ്ത്രീ തൻ്റെ വീട് പണിയുന്നു. അടുത്ത പാരഗ്രാഫ് ഇങ്ങനെ വായിക്കുന്നു: ഭോഷത്വമുള്ളവളോ അത് സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു. ഇപ്പൊ വീട് പണിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു വീട് പണിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഭാരമാണ്. പക്ഷെ ഈ പണിയുന്ന വീട് പൊളിക്കാൻ ഒറ്റ മിനിറ്റ് മതി. JCB അങ്ങനെ തുടങ്ങിയ യന്ത്രം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒറ്റ മണിക്കൂർ കൊണ്ട് ആ വീട് എന്ത് ചെയ്യാം, പൊളിച്ചു കളയാം. പക്ഷേ ഇത് പണിയണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. മാസങ്ങളെടുക്കും, ചിലപ്പോൾ വർഷങ്ങളെടുക്കും ഒരു വീട് പണിയാൻ. അപ്പോൾ ഈ വീട് പൊളിക്കാൻ നിസ്സാര കാര്യം മതി. നമുക്കറിയത്തില്ലേ, നമ്മൾ ചുറ്റുപാടൊക്കെ നോക്കുമ്പോൾ ഒരുപാട് വീടുകൾ തകർന്നു കിടക്കുന്നത്, സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ മുമ്പിലോട്ട് പോകുന്ന ഒരുപാട് വീടുകൾ. നമുക്കറിയാം, രൂത്തിന്റെ പുസ്തകം പഠിക്കുമ്പോൾ രൂത്തിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെട്ട ഒരു ദൈവശക്തിയുണ്ട്. സ്തോത്രം. രൂത്ത് വിളിച്ചു പറയുന്നൊരു കാര്യമാണ്: എൻ്റെ ദൈവം നിന്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജനം നിന്റെ ജനം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പ്രാപിച്ചവർക്ക് ഒരു വലിയ ഒരു സ്തോത്രം, ഒരു ഉത്തേജനമാണ്. കാരണം ഈ വക കാര്യങ്ങൾ പറയുന്ന സഹോദരിമാർ നമ്മുടെ ഇടയിലില്ല. എല്ലാവരും അവരവർ ജയിക്കണം, അല്ലെങ്കിൽ അവരവർ പിടിക്കുന്ന കാര്യങ്ങൾ മാത്രം ജയിക്കണമെന്ന് പറയുന്നവരാ. എന്നാൽ സദൃശ്യവാക്യങ്ങളിലേക്ക് വരുമ്പോൾ 9-ാം അധ്യായത്തിൽ പറയുന്നു: ജ്ഞാനമായവൾ തനിക്ക് ഒരു വീട് പണിതു, അതിന് 7 തൂണുകൾ തീർത്തു. നോക്കിക്കേ, ഹല്ലേലൂയ. അപ്പോ ജ്ഞാനമുള്ളവൾ എന്ത് ചെയ്തു? ഒരു വീട് പണിതു. അതിനെന്ത് ചെയ്തു? 7 തൂണ് എന്ത് ചെയ്തു? തീർത്തു. ഇപ്പൊ ജ്ഞാനമുണ്ടെങ്കിൽ, സ്തോത്രം, ദൈവത്തെ ആരാധിക്കാൻ, ഒരു കുടുംബത്തെ നിലനിർത്തുവാൻ വേണ്ടത് ജ്ഞാനമാണ്. ജ്ഞാനമില്ലെങ്കിൽ വീട് പണിയാൻ പറ്റില്ല, ഉറപ്പായിട്ടും. ഒരു വീട് പണിയണമെങ്കിലോ ഒരു വാഹനം വാങ്ങണമെങ്കിലോ ജ്ഞാനം വേണം. സ്തോത്രം. അത് ഈ ലോകത്തിലെ ജ്ഞാനമല്ല, സ്വർഗത്തിലെ ജ്ഞാനം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമുമ്പാകെ ഒന്ന് ദൈവശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കാനും, ദൈവശബ്ദത്തിന്റെ മുൻപിൽ
മുൻപിലോട്ട് പോകുവാൻ ഏതൊരു ദൈവപൈതൽ ആഗ്രഹിക്കുന്നുവോ, ആമേൻ, അവരോടാ ഇന്ന് പകൽക്കാലം പറയുന്നേ. ആമേൻ. ജ്ഞാനമായവൾ തനിക്ക് ഒരു വീട് പണിതു, അതിന് 7 തൂൺ തീർത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കപ്പെട്ട ദൈവപൈതലിന് വേണ്ടി ഓരോ നിമിഷവും ഓരോ ദിവസവും പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ 24-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യം പറയുന്നു, ജ്ഞാനം കൊണ്ടും ഭവനം പണിയുന്നു, വിവേകം കൊണ്ട് അത് സ്ഥിരമായി വരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്തുകൊണ്ട്? ജ്ഞാനം കൊണ്ട് ഭവനം പണിയുന്നു, വിവേകം കൊണ്ട് അത് സ്ഥിരമായി വരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്ന് വേണം, എന്ത് വേണം? ജ്ഞാനം വേണം. സ്തോത്രം. ഏതൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴും ദൈവിക ജ്ഞാനമുണ്ടെങ്കിൽ ഇന്ന് പകലിൽ ദൈവപൈതലെ അഭിഷത്തെ നിങ്ങളുടെ വീട് പണിയാം, സുഖമായിട്ട് പണിയാം. ദൈവം മുമ്പിൽ ഒന്ന് താഴ്ത്തി കൊടുത്താൽ മതി. ഹല്ലേലൂയ, ആമേൻ. ഒരാളൊന്ന് താഴ്ത്തി കൊടുത്താൽ അടുത്തയാൾ മിണ്ടാതിരിക്കും. സ്തോത്രം. ദൈവിക ജ്ഞാനത്തിൽ വീട് പണിയണമെങ്കിൽ, ഹല്ലേലൂയ, ദൈവ ശബ്ദത്താൽ വീട് പണിയണമെങ്കിൽ ചിലയിടത്ത് നമ്മൾ മിണ്ടാതിരിക്കേണ്ടി വരും. ആമേൻ. ചിലയിടത്ത് നമ്മൾ മൗനം പാലിക്കേണ്ടി വരും. എങ്കിൽ അനുഗ്രഹത്തോടെ ചില ഭവനങ്ങൾ ഇന്ന് പകൽക്കാലം പണിയാൻ പോകുക തമ്പുരാൻ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് പണിതാൽ ആർക്കും അതിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം കർത്താവാണത് പണിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്നാൽ ആവർത്തന പുസ്തകം 9-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കും. ആവർത്തന പുസ്തകം 25-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം വിളിച്ചു പറയുന്നത് ഇങ്ങനെയാണ്, അവൻ്റെ സഹോദരൻ്റെ ഭാര്യ മൂപ്പന്മാർ കാണുക അവൻ്റെ അടുക്കൽ ചെന്ന് അവൻ്റെ കാൽ നിന്ന് ചെരുപ്പ് അഴിച്ച് അവൻ്റെ മുഖത്ത് തുപ്പി സഹോദരൻ്റെ വീട് പണിയാത്ത പുരുഷനോട് ഇങ്ങനെ ചെയ്യുമെന്ന് പ്രതികാരം, ഹല്ലേലൂയ, പറയണം. അപ്പൊ എന്താണ് ഇവിടെ സംഭവിച്ചത്? സഹോദരന്റെ വീട് പണിയാത്ത പുരുഷനോട് ഇങ്ങനെ ചെയ്യുമെന്ന് കണ്ടോ. അപ്പൊ ഒരു കുടുംബത്തിനകത്ത് എല്ലാവരും ഉണ്ട്. അപ്പനുണ്ട്, അമ്മയുണ്ട്, സഹോദരനുണ്ട്, സഹോദരൻ്റെ ഭാര്യ കാണും, ആമേൻ, സഹോദരിയുടെ ഭർത്താവ് കാണും, അവർക്ക് ദൈവം കൊടുക്കുന്ന മക്കളുണ്ടാകും, ആമേൻ. ആ അപ്പനും അമ്മയ്ക്കും പിന്നെയും മക്കൾ കാണും. പ്രൈസ് ദി ലോർഡ്. പിന്നെ ബന്ധുക്കളുണ്ടാകും, ചിലപ്പോൾ ആമേൻ പ്രായമുള്ള അമ്മമാരൊക്കെ ആ വീട്ടിനകത്തുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം കൂടുമ്പോഴാണ് ഒരു വീടാകുന്നത്. ഇന്നങ്ങനെയാണോ? ഇന്ന് വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ സഹോദരി പറയും, അല്ലെങ്കിൽ സഹോദരൻ പറയും, ആമേൻ, നമുക്ക് പ്രത്യേകം താമസിക്കാം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രത്യേകം പോയി താമസിക്കാം. ആ വീട്ടിനകത്ത് ഒരു സ്വസ്ഥതയും കാണത്തില്ല. അവരെ നിയന്ത്രിക്കാൻ ആരുമില്ലല്ലോ, അവരെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ആരുമില്ലല്ലോ. രണ്ടുപേരും രണ്ട് ധ്രുവത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ രാത്രി എപ്പോഴെങ്കിലുമൊക്കെ രണ്ടുപേരും വരുന്നത്. അങ്ങനെയല്ലേ ഇന്നത്തെ നടക്കുന്ന സംഭവങ്ങൾ? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു ജ്ഞാനത്തോടെ വീട് പണിതാൽ അതിനകത്ത് ആരൊക്കെ വേണമെന്നറിയാമോ? അപ്പൻ, അമ്മ, സഹോദരങ്ങൾ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, മൂത്ത പിതാക്കന്മാർ എല്ലാം ആ ഭവനത്തിനകത്തുണ്ടെങ്കിൽ ആ വീട് വളരെ അനുഗ്രഹത്തോടെ പണിയാൻ കഴിയും. ഇന്ന് വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ആമേൻ, അവർക്ക് പയ്യനും അപ്പനും അമ്മയും വേണ്ട, പെണ്ണിനും അപ്പനും അമ്മയും വേണ്ട. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. രണ്ടുപേരും ഇരു കുടുംബങ്ങളെ ഉപേക്ഷിച്ചിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന കാര്യങ്ങൾ കാണാൻ കഴിയുന്നു. എല്ലായിടത്തും ഇല്ല കേട്ടോ, കുറച്ച് ഇടത്ത് മാത്രമേ അത് സംഭവിക്കാറുള്ളൂ. പക്ഷേ ഏറെ നാൾ അവർക്ക് പോകാൻ കഴിയത്തില്ല. കാരണം അവർ പകുതി വഴിയിലൊക്കെ ആ വീട് പൊളിഞ്ഞു പോകാറുണ്ട്. സ്തോത്രം. അത് മനുഷ്യൻ നിർമ്മിക്കുന്ന വീടാണ്. പക്ഷെ ദൈവം
നിർമ്മിക്കുന്ന ഭവനമുണ്ടല്ലോ, ഇത് ഭയങ്കരമായിട്ടോ. സ്തോത്രം. ജ്ഞാനത്തോടെ, പ്രാർത്ഥനയോടെ, ആദരവോടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെടുന്ന ദൈവകുഞ്ഞെ, ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുമെന്ന് പറഞ്ഞാൽ സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ആമേൻ. സ്തോത്രം. രൂത്തിന്റെ പുസ്തകം 4-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറയുന്നു, അതിന് പട്ടണവാതിക്കൽ ഇരുന്ന് സകല ജനവും മൂപ്പന്മാരും പറയുന്നത്, ഞങ്ങൾ സാക്ഷികൾ തന്നെ. നിന്റെ വീട്ടിൽ ആമേൻ വന്ന സ്ത്രീയെ യഹോവ റാഹേലിനെ പോലെയും ലേയെ പോലെയും ആക്കട്ടെ. അവർ ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നോയിക്കേ, ദൈവത്തിൻ്റെ പ്രവൃത്തി. ആമേൻ. ഇസ്രായേൽ ഗ്രഹം ആമേൻ പണിതു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടതുപോലെ ഇന്ന് പകലില് ദൈവം ചിലത് വിശാലമാക്കാൻ പോകുക. ദൈവം ചില ഗൃഹങ്ങളെ പണിത് ദൈവത്തിൻ്റെ പ്രവൃത്തി അയക്കാൻ പോകുക. ദൈവം ചില ഗൃഹങ്ങളുടെ മേൽ, ചില ഭവനത്തിൻ്റെ മേൽ കരം വയ്ക്കാൻ പോകുക. കാരണം ഈ നാളുകളിൽ ദൈവജനം ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഭവനങ്ങളെ പൊളിക്കുന്ന ഒരു അന്ധകാര ശക്തി ദേശത്തിൽ ആമേൻ ഉടലെടുത്തിട്ടുണ്ട്. ശക്തമായി ദൈവജനം പ്രാർത്ഥിക്കേണ്ടതായുണ്ട്. ഈ ദിവസങ്ങളിൽ കർത്താവ് തന്നെ വീട് പണിയട്ടെ. ജ്ഞാനമുള്ളവൾ തൻ്റെ വീട് പണിയട്ടെ. ജ്ഞാനമുള്ളവൾ തന്നെ തൻ്റെ വീട് ആമേൻ കാത്തു സൂക്ഷിക്കട്ടെ. ജ്ഞാനമുള്ളവൾ തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി നിൽക്കട്ടെ. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഇവിടെ വായിക്കുന്നത് സദൃശ അധ്യായങ്ങൾ 11:11 പറയുന്നു, ആമേൻ നേരുള്ളവരുടെ ആമേൻ അനുഗ്രഹം കൊണ്ട് പട്ടണം ആമേൻ അഭിവൃദ്ധിയും പ്രാപിക്കുന്നു. ദുഷ്ടന്മാരുടെ വായ കൊണ്ട് അത് ആമേൻ ഇടിഞ്ഞു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നേരുള്ളവരുടെ അനുഗ്രഹം കൊണ്ട് ചില പട്ടണങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോയ ആ കർത്താവിലേക്ക് ഇന്ന് പകൽക്കാലം ഏൽപ്പിക്കാമോ? കർത്താവ്, എൻ്റെ വീട് ഞാൻ പണിയും, എൻ്റെ ഭവനം ഞാൻ പണിയും, എൻ്റെ ദേശത്തെ എൻ്റെ കുടുംബം മാതൃകയായിരിക്കും. നീ ഏൽപ്പിക്കുന്ന സകലത്തിൻ്റെ മേലും ഞാൻ എൻ്റെ കരം അല്ല നിന്റെ കരം പ്രവർത്തിക്കും എന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവിലേക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നീതിമാൻ കഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു, ദുഷ്ടനോ അവന് പകരം. ആമേൻ. ഹല്ലേലൂയ. ഓലക്കനാദി. ഇന്ന് പകൽക്കാലം സ്തോത്രം. നീതിമാനെ ഒരിക്കലും ആമേൻ അപകടത്തിൽപ്പെടുത്തുവാൻ ആർക്കും കഴിയത്തില്ല. ദൈവ പൈതലേ, ചില അപകടങ്ങൾ മാറട്ടെ, ചില പോരുകൾ മാറട്ടെ, ചില വെല്ലുവിളികൾ ഇന്ന് പകൽക്കാലം മാറട്ടെ, ഇല്ലായ്മകൾ മാറട്ടെ. ആമേൻ. കർത്താവിലേക്ക് ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ദൈവം ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണം, ദൈവകൃപയിൽ പൊതിയണം, അത്ഭുതം ചെയ്യണമേ കർത്താവേ. ഇന്ന് പകൽക്കാലം ആയിരിക്കുന്ന ജനത്തെ അങ്ങയുടെ പൊന്നുകരത്തിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. ദൈവം അത്ഭുതം ചെയ്യും. ആമേൻ. അതിശയം പ്രവർത്തിക്കുമാറാകണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്.